ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുടിയും നഖവും മുതൽ നമ്മുടെ ശരീരം മുഴുവനായിട്ടും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ കാണണേ. കുറച്ച് കൂട്ടുകാർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. കാരണം ഒരു 3-4 ഐറ്റം ഞാൻ പറയുന്നുണ്ടേ. സ്കിന്നിലെ വരകളും ചുളിവുകളൊക്കെ മാറാനും ഇപ്പോൾ വരാതിരിക്കാനും ഉള്ളവർക്ക് കുറയാനും പിന്നെ തലമുടി നല്ല തിളക്കത്തോടെ നന്നായിട്ട് വളരാനും ഒക്കെ ആയിട്ട് പിന്നെ ശരീരം മുഴുവൻ ഹെൽത്തി ആയിട്ടിരിക്കാനും പിന്നെ ഷുഗർ പേഷ്യൻസിന് ഷുഗർ പ്രോബ്ലം കൂടാതിരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്തായാലും ഒരു ദിവസം 3-4 പ്രാവശ്യമൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാറുണ്ടല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ തലമുടി നന്നായിട്ട് വളരാനും സ്കിന്ന് നല്ല ഗ്ലോ കിട്ടാനും നിറം വയ്ക്കാനും ഇങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി കാശ് മുടക്കി ക്രീമുകളും എക്സ്ട്രാ ഫുഡ് സപ്ലിമെൻറ്റുകളും ഇങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ സാധാരണ രീതിയിൽ നോർമലായിട്ട് കഴിക്കുന്ന ഫുഡിൽ നിന്ന് തന്നെ ഇവയെല്ലാം നമുക്ക് കിട്ടിയാലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യമാണ് പറയുന്നത് കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലേ, റാഗി എന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാം. അപ്പോൾ റാഗി അഥവാ കൂവരവ് നമ്മൾ പഞ്ഞപ്പുല്ലെന്നും പറയും. അപ്പോൾ അതുകൊണ്ടുള്ള നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതിന് മുമ്പ് ഇതിൻ്റെ റാഗിയുടെ ഗുണങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാവേ. 1 കപ്പ് റാഗി അഥവാ കൂവരവ് എടുക്കുക. 1/2 കപ്പ് പച്ചരി തന്നെ വേണമെന്നില്ല. നമ്മൾ ദോശയ്ക്കും ഇഡലിക്കൊക്കെ ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ, ഞങ്ങളിവിടെ റേഷൻ അരിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 1/2 കപ്പ് നമ്മൾ 1 കപ്പ് കൂവരവ് എടുത്തല്ലോ, റാഗി എടുത്തല്ലോ. അപ്പോൾ എന്നിട്ട് 1/2 കപ്പ് ഉഴുന്നെടുക്കുക, 1/2 കപ്പ് അരി എടുക്കുക. ഇവ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് വയ്ക്കണേ. കുതിർന്ന ശേഷം നമ്മൾ സാധാരണ ഇഡ്ഡലിക്കൊക്കെ അരക്കില്ലേ, അപ്പോൾ അതുപോലെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇവ ചേർത്ത് നമ്മൾ ഇഡ്ഡലിക്ക് നമ്മൾ എത്ര ആണ് വെള്ളം ഒഴിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ അരച്ചെടുക്കണേ. മാവ് പുളിക്കാനായി വെച്ചിട്ട് പിറ്റേന്ന് മാവിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇനി ദോശയാണ് ആവശ്യമെങ്കിലോ സാധാ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്നില്ലേ, ആ രീതിയിൽ അരച്ചെടുക്കുക. ഇനി ഇടിയപ്പമാണ് ആവശ്യമെങ്കിലോ റാഗി മാവ് ഷോപ്പിൽ നിന്ന് വാങ്ങുക. ഇപ്പോൾ സമയമുള്ളവർക്ക് റാഗി വാങ്ങി കഴുകി ഉണക്കി വറുത്ത് പൊടിക്കുകയോ മില്ലിൽ കൊടുത്ത് പൊടിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് കൂട്ടുകാരെ. ഇടിയപ്പത്തിന് നമ്മൾ മാവിൽ ഉപ്പിട്ട് ചൂടുവെള്ളം ഒഴിച്ച് അല്പം ഒഴിച്ച് സാധാ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്ത് ഇടിയപ്പം ഉണ്ടാക്കാം. ഓക്കെ. അടുത്ത് കൂവരവ് കുതിർത്ത് നന്നായി അരച്ചെടുത്ത് ചുവട് കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ കൂവരവ് മാവ് ഒഴിച്ച് തുടർച്ചയായി ഇളക്കി കുറുകി വരുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അത് തണുക്കുമ്പോൾ 4-5 ഈത്തപ്പഴം ഉണ്ടല്ലോ, ഡേറ്റ്സ്, അത് കുതിർത്ത് വയ്ക്കണം. ഡേറ്റ്സും ബദാമും പിന്നെ അത്തിപ്പഴവും ഒരു 3-4 അത്തിപ്പഴവും കുതിർത്ത് വച്ചിരിക്കണേ. തലേദിവസം വെള്ളത്തിലിട്ട് വച്ചിരുന്നാൽ മതി. പിന്നെ കശുവണ്ടിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിച്ചാലുണ്ടല്ലോ കൂട്ടുകാരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ തലമുടിക്കും സ്കിന്നിനും മാത്രമല്ല നമ്മുടെ ശരീരം മുഴുവനായിട്ടുള്ള ആരോഗ്യത്തിനും എല്ലാ വൈറ്റമിൻസും എല്ലാം നല്ല ഹെൽത്തി ആയിരിക്കും. ശരീരം മുഴുവൻ ഹെൽത്തി ആയിരിക്കാനും പിന്നെ നന്നായിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കാനും ഇത് മതി കേട്ടോ. ഷുഗർ പ്രോബ്ലം ഉള്ളവർക്ക് ഈ മധുരം പാടില്ലല്ലോ, അപ്പോൾ അതിന് ഈ നട്ട്സ് ചേർക്കാം. ഈ ഈന്തപ്പഴവും ഫിഗും ഒഴിവാക്കിയിട്ട്, അതായത് അത്തിപ്പഴവും ഒഴിവാക്കിയിട്ട് ഉപ്പ് ചേർത്ത് കഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അങ്ങ് കുടിച്ചാൽ മതി. നമ്മൾ ചോറും ഗോതമ്പും ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് കൂട്ടുകാരെ. അരിയിലും ഗോതമ്പിലൊക്കെ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളെക്കാളും ഒത്തിരി പോഷകങ്ങൾ നമ്മുടെ ഈ റാഗി അഥവാ കൂവരവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നല്ല കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ നമ്മൾ 6 മാസം തൊട്ട് കൊടുത്തു തുടങ്ങുന്നതാണല്ലേ. അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ള നല്ല ഗുണങ്ങളുള്ളതാണ്, ഒത്തിരി വൈറ്റമിൻസ് ഉള്ളതാണ്. അപ്പോൾ ഒരു ദിവസം ഒരു നേരം ഉറപ്പായിട്ടും നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കൂട്ടുകാരെ.
അപ്പോൾ കൂട്ടുകാരെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാരോടും സ്നേഹം. അപ്പോൾ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റായിട്ട് അറിയിക്കണം, ലൈക്ക് ചെയ്യണം. പിന്നെ കൂട്ടുകാർ ഇനി ഇതിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റായിട്ട് ഇടണേ. കൂട്ടുകാരെ, ഈ വീഡിയോയിലുള്ളത് ഞങ്ങളെ വീട്ടിൽ ദോശയും ഇഡലിയൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പം ഞങ്ങൾ പിന്നെ ചമ്മന്തിക്കറി ചേർത്ത് കഴിക്കും, സാമ്പാർ ചേർത്ത് കഴിക്കും, പിന്നെ അങ്ങനെയൊക്കെയാണ്. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. കൂട്ടുകാരെ ഒന്ന് ട്രൈ ചെയ്യണേ. കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ കിടപ്പാണ്, അല്ലെങ്കിൽ ഇരിപ്പും കിടപ്പുമായിരുന്നു. ഇപ്പോൾ കിടപ്പാണ്, കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ കിടന്നുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ വോയിസ് ഓവറും കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ശബ്ദമൊക്കെ ഒരു അല്ലെങ്കിൽ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല എന്ന് തോന്നുന്നു വീഡിയോയിൽ. എന്തായാലും കഴിഞ്ഞ വീഡിയോസൊക്കെ ഞാൻ ശബ്ദം കേട്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. എനിക്ക് ആദ്യമൊക്കെ നല്ല ടെൻഷനായിരുന്നു. അയ്യോ, കിടന്നുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും, സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കുമോ ആവോ, ഇനി അത് ഇരിക്കാനൊക്കെ പറ്റുന്നതായിട്ടേ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്തായാലും വലിയ കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നതിന് വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ വീഡിയോസിലൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ഈ പ്രശ്നം വന്നിട്ട് 5-6 മാസം ആയതാണ്. ഞാൻ അപ്പോഴേ എന്നെ തന്നെ സ്ട്രിക്റ്റായിട്ട് നോക്കിയിരുന്നെങ്കിൽ, പിന്നെ കിടന്ന് കുറച്ച് ദിവസം നോക്കിയിരുന്നെങ്കിൽ പെട്ടെന്ന് ശരിയായേനെ, പിന്നെ പ്രശ്നം ശരിയായേനെ ശരീരത്തിൻ്റെ. പക്ഷേ ഞാൻ വീണ്ടും ഇരുന്ന് കുട്ടികളെ പഠിപ്പിക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ആ പ്രശ്നം ഇങ്ങനെ നീണ്ടു പോകും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു, എന്തായാലും അങ്ങ് എന്നെ തന്നെ അങ്ങ് സ്ട്രിക്റ്റായിട്ട് കുറച്ച് ദിവസം നോക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരം നമ്മൾ തന്നെ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ ഇന്ന് ഞാൻ പറഞ്ഞ ഫുഡിൻ്റെയൊക്കെ കാര്യങ്ങൾ, നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം, അല്ലേ കൂട്ടുകാരെ? അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ തന്നെ നല്ല ഫുഡൊക്കെ കഴിക്കണം, നല്ല വൈറ്റമിൻസൊക്കെ ഉള്ള ഫുഡ് കഴിക്കണം. അപ്പോൾ അതിന് നമ്മളായിട്ട് തന്നെ മുൻകൈ എടുക്കണം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടിരിക്കണേ. പിന്നെ ഇന്ന് രാവിലെ ഒരു വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ് കണ്ടത്. ഞാൻ നേരിട്ട് കണ്ടില്ല, കാരണം ഞാൻ കിടപ്പാണല്ലോ. കുഞ്ഞുങ്ങൾ പോയി വീഡിയോ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ അത് കൂട്ടുകാരുടെ അതിനെക്കുറിച്ച് എനിക്ക് ആ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്ത് കൂട്ടുകാരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ ഒപ്പമുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് സ്നേഹം. ഇനിയുള്ള വീഡിയോകളും മുഴുവനായിട്ടൊന്ന് കണ്ട് സഹായിക്കണേ കൂട്ടുകാരെ. കമൻ്റ് ഇടണം ഉറപ്പായിട്ട് കൂട്ടുകാർ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വാട്സപ്പിൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ. അപ്പോൾ ഇന്ന് തന്നെ കൂര വാങ്ങിച്ച് ട്രൈ ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.